വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കിയാലോ? ഒന്ന് നോക്കിയേ. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനും അതുപോലെ തന്നെ അബ്നോർമൽ സൈക്കോളജിയും. നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ആണ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനും അതുപോലെ അബ്നോർമൽ സൈക്കോളജിയും. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ ഒറ്റ ചാപ്റ്റർ ആയിട്ടാണ് നമ്മുടെ CUTയുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മളിന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോന്നായിട്ടാണ് പറയുന്നത് കേട്ടോ. സെൻസേഷനും പെർസെപ്ഷനും രണ്ട് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയാലോ? നോക്കിയേ സെൻസേഷൻ നോക്കിയേ. സെൻസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് ടേംസും ടെർമിനോളജീസും കുറച്ചധികം നിങ്ങൾക്ക് പഠിക്കാനൊക്കെയുള്ള ഒരു ചാപ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ സെൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം സെൻസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. നോക്കിയേ, ആദ്യം തന്നെ നമ്മളൊരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിലെ ടേംസ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ടേംസ് നമുക്ക് നോക്കി നോക്കാം അല്ലേ. സൈക്കോ ഫിസിക്സ്, സ്റ്റിമുലസ്, റെസ്പോൺസ്, സെൻസേഷൻ, പെർസെപ്ഷൻ, ഇതിൻ്റെ ഒക്കെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്തൊക്കെയാണ് സൈക്കോ ഫിസിക്സ്, സ്റ്റിമുലസ്, റെസ്പോൺസ്, സെൻസേഷൻ, പെർസെപ്ഷൻ, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് ബേസിക് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ സെൻസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രാൻസ്ഡക്ഷൻ എന്താണെന്ന് നിങ്ങൾ ട്രാൻസാക്ഷനിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ ട്രാൻസ്ഡക്ഷൻ എന്താണ്, ത്രെഷോൾഡ് എന്താണ്, ആബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്താണ്, ഡിഫറൻസ് ത്രെഷോൾഡ് എന്താണ്, ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് എന്താണ്, ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ജസ്റ്റ് വായിച്ചാൽ തന്നെ വളരെ ഈസി ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെല്ലാം. ഓക്കെ, അടുത്തത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൈക്കോ ഫിസിക്കൽ സ്കെയിലിംഗ് മെത്തേഡ്സിൽ മെത്തേഡ് ഓഫ് ലിമിറ്റ്സും അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് കോൺസ്റ്റൻറ്റ് സ്റ്റിമുലി. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ചിരിക്കേണ്ട ഏരിയാസ് ആണ്. പിന്നെ അതുപോലെ തന്നെ മാറിപ്പോവാതെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഏരിയാസ് ആണ് സെൻസറി അഡാപ്റ്റേഷനും സെൻസറി ഹാബിറ്റുവേഷനും. ഓക്കെ, ഹാബിറ്റുവേഷനും അഡാപ്റ്റേഷനും അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. കാര്യം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ് കേട്ടോ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തിയറീസ്, പിന്നെ സെൻസേഷനിലെ തിയറീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോക്കിയേ, സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി, വെബേഴ്സ് ലോ, ഫെസ്നേഴ്സ് ലോ, സ്റ്റീവൻസ് പവർ ലോ, ഇത് നാലുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ സെൻസേഷനിൽ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് വിഷ്വൽ സിസ്റ്റവും അതുപോലെ തന്നെ ഓഡിറ്ററി സിസ്റ്റവും കേട്ടോ. ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിസ്റ്റം പഠിക്കാൻ കുറച്ചുകൂടി നിങ്ങൾക്കൊരു ഈസി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഓക്കെ, വിഷ്വൽ സിസ്റ്റത്തിന് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഐസ് വന്നിട്ട് നമ്മുടെ റെറ്റിനയിൽ വീഴുന്നത് തൊട്ട് മുഴുവൻ പ്രോസസ്സും, ഓക്കെ, വിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് നമ്മുടെ നോട്ട്സിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ യൂസ് ചെയ്തിട്ടാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിലും ബുക്സ് റെഫർ ചെയ്യുകയാണെങ്കിലും അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ വിഷനെ ബാധിക്കുന്ന കുറച്ച് ഡിസോർഡേഴ്സ് ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണാറുള്ള കുറച്ച് ഡിസോർഡേഴ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, നിയർ സൈറ്റഡ്നെസ്, ഫാർ സൈറ്റഡ്നെസ്, ബ്ലൈൻഡ് സൈറ്റ്, കാറ്ററാക്ട്, അസ്റ്റിഗ്മാറ്റിസം, ഗ്ലൂക്കോമ. ഇതിന് പറയുന്ന വേറെ പേരുകളും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം, നിയർ സൈറ്റഡ്നെസ്സിനും ഫാർ സൈറ്റഡ്നെസ്സിനും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസോർഡേഴ്സ് പറഞ്ഞു. ഇനി അടുത്തത് കളർ വിഷൻ ആണ് കേട്ടോ. കളർ വിഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഫിസിക്കൽ പ്രൈമറീസും സൈക്കോളജിക്കൽ പ്രൈമറീസും. അതിൻ്റെ അണ്ടറിൽ വരുന്ന 4 കളേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൻ്റെ അണ്ടറിൽ 4 എണ്ണവും ഫിസിക്കൽ പ്രൈമറീസ് 3 എണ്ണമാണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തിയറീസിൽ വരുന്നത് ട്രൈക്രോമാറ്റിക് തിയറിയും ഒപ്പോണൻറ്റ് പ്രോസസ് തിയറിയുമാണ്. ഓക്കെ, ട്രൈക്രോമാറ്റിക് തിയറി അതുപോലെ തന്നെ ഒപ്പോണൻറ്റ് പ്രോസസ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ആണ് കേട്ടോ. ഇതാരെ പ്രപ്പോസ് ചെയ്തതെന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഈ തിയറീസൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഓഡിറ്ററി സിസ്റ്റമാണ് അടുത്തത് വരുന്നത്. ഓഡിറ്ററി സിസ്റ്റം വിഷ്വൽ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിറ്ററി സിസ്റ്റം പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഓഡിറ്ററി സിസ്റ്റം ബേസ് ചെയ്തിട്ട് തിയറീസ് ഓഫ് ഹിയറിങ്ങിൽ വരുന്നത് പ്ലേസ് തിയറി, ഫ്രീക്വൻസി തിയറി, ടെമ്പറൽ തിയറി.
നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ട് ജസ്റ്റ് റീഡ് ചെയ്യണം കേട്ടോ. കാര്യം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് പ്ലേസ് തിയറി, എന്താണ് ഫ്രീക്വൻസി തിയറി, എന്താണ് ടെമ്പറൽ തിയറി എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് പോയിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, റിവൈസ് ചെയ്യുക. പിന്നെ അടുത്തത് സെൻസേഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അറ്റൻഷൻ എന്ന് പറയുന്നത് അല്ലേ. അറ്റൻഷൻ്റെ അണ്ടറിൽ കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് നോക്കിയേ. വോളണ്ടറി, ഇൻവോളണ്ടറി, ഹാബിറ്റുവൽ, സെലക്റ്റീവ്, സസ്റ്റൈൻഡ്, ആൾട്ടർനേറ്റീവ്, ഡിവൈഡഡ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫെനോമിനൻസ് എന്ന് പറയുന്നത് സ്പാൻ ഓഫ് അറ്റൻഷൻ, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ, ഫ്ലക്ച്വേഷൻസ് ഇൻ അറ്റൻഷൻ, ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ, കൺട്രോൾ ഇൻ അറ്റൻഷൻ, സെറ്റ് ഇൻ അറ്റൻഷൻ. ഇത്രയുമാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അറ്റൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പസെക്സിയ, ഹൈപ്പോപ്രോസെക്സിയ, സ്യൂഡോപ്രോസെക്സിയ, ഹൈപ്പർപ്രോസെക്സിയ. ഓക്കെ, ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ സെൻസേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ. ടേംസൊക്കെ എല്ലാം നമ്മൾ ഈ ഒരു ഒറ്റ പേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളിതൊന്ന് പോയിട്ട് വായിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേര് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ പഠിച്ച് കഴിഞ്ഞവർ നമ്മുടെ കൂടെ തന്നെ റിവൈസ് ചെയ്യുക. ഇനി പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ വായിച്ച് പോവാം കേട്ടോ. നമ്മുടെ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും ഒരുവിധം എല്ലാ പോർഷൻസൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നറിയാം. കവർ ചെയ്തവർ റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്റർ ഏതാണ്? പെർസെപ്ഷൻ. കമ്പയർഡ് ടു സെൻസേഷൻ, പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ചാപ്റ്ററാണ്. ഏതൊക്കെയാണ് പെർസെപ്ഷനിൽ വരുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേ. തിയറീസ് ആണല്ലേ പെർസെപ്ഷനിൽ മെയിനായിട്ടും. തിയറി ഓഫ് ഐസോമോർഫിസം, ഫീച്ചർ അനാലിസിസ്, ബോട്ടം അപ്പ്, അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ബോട്ടം അപ്പ് പ്രോസസ്സിങ്ങും ടോപ്പ് ഡൗൺ പ്രോസസ്സിങ്ങും. ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻസിനൊക്കെ പലതവണ കണ്ടിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ ജസ്റ്റാർഡ് ലോൻ്റെ അണ്ടറിൽ വരുന്നതാണ് ലോസ് ഓഫ് ഗ്രൂപ്പിംഗ്. ലോസ് ഓഫ് ഗ്രൂപ്പിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഈ മുഴുവൻ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോക്സിമിറ്റി, സിമിലാരിറ്റി, ക്ലോഷർ, കോമൺ ഫാക്ട്, പ്രാഗ്നൻസ്, സിമെട്രി, ഇത് ഓരോന്നും എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ലോസ് ഓഫ് ഗ്രൂപ്പിങ്ങിൽ പെടാത്തത് ഏതാണെന്നും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6. ഈ 6 എണ്ണവും കാണാണ്ട് പഠിച്ചു വെക്കുക. എന്താണത് പറയുന്ന കൺസെപ്റ്റ് എന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ പെർസെപ്ഷനിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഡെപ്ത് പെർസെപ്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് മോണോക്കുലാർ ക്യൂസും അതുപോലെ തന്നെ ബൈനോക്കുലാർ ക്യൂസും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. ലീനിയർ പെർസ്പെക്റ്റീവ്, റിലേറ്റീവ് സൈസ്, ഓവർലാപ്പ്, ഏരിയൽ പെർസ്പെക്റ്റീവ്, ടെക്സ്ചർ ഗ്രേഡിയൻ, മോഷൻ പാരലാക്സ്, ലൈറ്റ് ഷാഡോ, ഫെമിലിയാരിറ്റി, അക്കമഡേഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് മൊത്തം ചെന്നിട്ട് നിങ്ങൾ വായിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബൈനോക്കുലർ ക്യൂസിൽ വരുന്നത് കൺവേർജൻസും റെറ്റിനൽ ഡിസ്പാരിറ്റി ആണ്. അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ അടുത്ത വരുന്നത് പെർസെപ്ച്വൽ കോൺസ്റ്റൻസി ആണ്. അതിൽ സൈസ് കോൺസ്റ്റൻസി, ഷേപ്പ് കോൺസ്റ്റൻസി, ബ്രൈറ്റ്നസ് കോൺസ്റ്റൻസി, കളർ കോൺസ്റ്റൻസി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർസെപ്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസേഷൻ പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. പിന്നെ അടുത്തതാണ് എന്താണ്? സബ്ലിമിനൽ പെർസെപ്ഷൻ, അതുപോലെ തന്നെ പ്രൈമിങ്. ഈ 2 ടേംസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പെർസെപ്ച്വൽ ഇല്യൂഷൻസിൽ വരുന്നതാണ് സൈസ് ഇല്യൂഷൻ, ഷേപ്പ് ഇല്യൂഷൻ. ഷേപ്പ് ഇല്യൂഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് പോഗൻഡോഫ് ഇല്യൂഷനും എയിംസ് റൂം ഇല്യൂഷനും. ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇല്യൂഷൻ ഓഫ് മോഷൻ, അതിന് അണ്ടറിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഇമ്പോസിബിൾ ഫിഗർ അല്ലേ, മുല്ലലെ ഇല്യൂഷനും എയിംസ് റൂം ഇല്യൂഷനൊക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ അത്. അതിൽ വരുന്ന ടെലിപ്പതി, അതുപോലെ ക്ലെയർവോയൻസ്, പ്രീകോഗ്നിഷൻ, സൈക്കോകൈനസിസ്, ഇതൊക്കെ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പെർസെപ്ഷനിൽ പറയാനുള്ളത്. ഓക്കെ, റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. ഓരോ ടോപ്പിക്കിനെയും പറ്റി നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കണം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം കേട്ടോ. അടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? അബ്നോർമൽ സൈക്കോളജി. അബ്നോർമൽ സൈക്കോളജി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് എല്ലാവർക്കും എന്ന് തോന്നുന്നു അല്ലേ? അതിലെ ഡിസീസസ് ആണെങ്കിലും ടെർമിനോളജീസ് ആണെങ്കിലും നമുക്ക് കുറച്ചുകൂടി മനസ്സിലൊക്കെ നിൽക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കുന്ന സമയത്ത് നമുക്ക് അബ്നോർമൽ സൈക്കോളജി. ചില ആളുകൾക്ക് ചിലപ്പോൾ അബ്നോർമൽ സൈക്കോളജി ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈസിലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അബ്നോർമൽ സൈക്കോളജീൻ്റെ ഭാഗത്തു നിന്നാണ് വരാറുള്ളത്. അല്ലെങ്കിൽ അബ്നോർമൽ സൈക്കോളജി വരുന്ന അധികം ക്വസ്റ്റ്യൻസും നമുക്ക് ഈസിലി നമുക്ക് എന്താ പറയുക, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലായിട്ട് പെട്ടെന്ന് നമുക്ക് എന്താണെന്ന് ആൻസർ കിട്ടാനൊക്കെ വളരെ ഈസിയാണ് അബ്നോർമലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. നമുക്ക് നോക്കുകയല്ലേ അബ്നോർമൽ സൈക്കോളജി. അബ്നോർമൽ സൈക്കോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടി അബ്നോർമൽ സൈക്കോളജി വളരെ എന്താ പറയുക, പഠിച്ചു വയ്ക്കാൻ ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് നോർമൽ ആൻഡ് അബ്നോർമൽ എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ വേണം അല്ലേ? അബ്നോർമൽ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് എന്താണ്, ഒരാൾ എപ്പോഴാണ് ഒരാൾ നമ്മുടെ ഇടയിൽ, നമ്മൾക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമാണ് അല്ലേ? എനിക്കുള്ള സ്വഭാവമായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക, എനിക്കുള്ള സ്വഭാവമായിരിക്കില്ല എൻ്റെ സുഹൃത്തിന് ഉണ്ടാവുക അല്ലേ? നമുക്ക് കടയിൽ പോകുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാൾക്ക് നമ്മുടെ സ്വഭാവമായിരിക്കില്ല. അപ്പോൾ എല്ലാവരും യൂണീക്കാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്വഭാവം നിങ്ങൾക്കില്ല എന്ന് വെച്ചിട്ട് ഞാനോ നിങ്ങളോ അബ്നോർമൽ ആവണം എന്നില്ല. പക്ഷെ എപ്പോഴാണ് ഒരു സ്വഭാവം അബ്നോർമൽ ആണെന്ന് പറയാം അല്ലേ? അതൊക്കെ എന്താണെന്നുള്ളത് അബ്നോർമൽ, നോർമൽ ആൻഡ് അബ്നോർമൽ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, അബ്നോർമൽ. പിന്നെ അതുപോലെ തന്നെ DSM-ഉം ICD-യും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, DSM-ൻ്റെ 4 ആക്സിസുകളും നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ അബ്നോർമാലിറ്റിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, കോസസ് എന്തൊക്കെയാണ്, ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? പാരമ്പര്യമായിട്ട് നമുക്ക് ചിലപ്പോൾ ഈ ഡിസോർഡേഴ്സൊക്കെ വരാനുള്ള, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയാലും ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആയാലും പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ബയോളജിക്കൽ അതൊക്കെയാണ് പറയുന്നത്, ജീൻ വഴി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സൈക്കോളജിക്കലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, ചിലപ്പോൾ ട്രോമകൾ കൊണ്ടുവരാം, നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസസ് കൊണ്ടുവരാം, ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് കൊണ്ട് സംഭവിക്കാം അല്ലേ? പിന്നെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴോ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആകുമ്പോൾ അത് എങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ധാരണ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ന്യൂറോട്ടിസവും അതുപോലെ തന്നെ സൈക്കോട്ടിസവും അല്ലേ? ന്യൂറോട്ടിസവും സൈക്കോട്ടിസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് പറഞ്ഞാൽ ന്യൂറോട്ടിസം ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് ഇൻസൈറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സൈക്കോട്ടിസം ആണെങ്കിൽ ഇൻസൈറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മേജറായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫുള്ള് ഡിസോർഡേഴ്സിനെ പറ്റിയാണ് പറയാനുള്ളത്. ഏതൊക്കെയാണ് ഡിസോർഡേഴ്സ്? ആങ്സൈറ്റി ഡിസോർഡേഴ്സ് നമുക്ക് ആദ്യം നോക്കാം അല്ലേ? ആങ്സൈറ്റി ഡിസോർഡേഴ്സിന് അണ്ടറിൽ വരുന്നതാണ് ഫോബിക് ഡിസോർഡേഴ്സ്, OCD, പാനിക് ഡിസോർഡർ, GAD എന്താണ്, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ അല്ലേ? പിന്നെ PTSD. ഓക്കെ, PTSD പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. നമുക്ക് ഇതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഈസിലി നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ കേട്ടോ. OCDൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒബ്സഷനെയും കമ്പൽഷൻസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, PTSD അല്ലേ? നമ്മളൊരു ട്രോമ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംഭവിക്കുന്ന ഒരു ഡിസോർഡർ, നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഡിസോർഡറാണ് PTSD എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നത് മൂഡ് ഡിസോർഡർ ആണ് കേട്ടോ. മൂഡ് ഡിസോർഡറിൽ ഇത് ചില സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് തരാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അതിൽ പെടുമോ ഇതിൽ പെടുമോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്താണ്, പെർസിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്താണ്, സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്താണ്, പ്രീമെനിസ്ട്രൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്താണ്, ബൈപ്പോളാർ എന്താണ്, ബൈപ്പോളാർ 2 എന്താണ്, സൈക്ലോതൈമിക് ഡിസോർഡർ എന്താണ്, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൂഡ് ഡിസോർഡേഴ്സിൽ വരിക. ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുക കേട്ടോ. പിന്നെ അടുത്തത് ഡിസോസിയേറ്റീവ് ഡിസോർഡർ. ഡിസോസിയേറ്റീവ് ഡിസോർഡർ പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഡിസോർഡേഴ്സാണ്. അതിൻ്റെ അണ്ടറിൽ ഏതൊക്കെയാണ് വരുന്നത്, ഡിസോസിയേറ്റീവ് അംനേഷ്യ, ഡിസോസിയേറ്റീവ് ഫ്യൂഗ്, ഡീപേഴ്സണലൈസേഷൻ ഡിസോർഡർ, പിന്നെന്താണ് DID അല്ലേ? ഓക്കെ, അടുത്തത് സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് ആണ്. സൊമാറ്റോഫോം ഡിസോർഡേഴ്സിന് അണ്ടറിൽ വരുന്നത് സൊമാറ്റൈസേഷൻ ഡിസോർഡർ, കൺവേർഷൻ ഡിസോർഡർ, ഹൈപ്പോകോൺട്രിയോസിസ്. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റൻസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് നോക്കാം കേട്ടോ. സബ്സ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്?
സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ, സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ഡിസോർഡർ, ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, പിന്നെ ഡ്രഗ് അബ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരിക. പിന്നെ സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൻ്റെ മേജർ ആയിട്ടുള്ള 2 സിംറ്റംസ് ഏതൊക്കെയാണ്? ഹാലൂസിനേഷനും ഡെലൂഷനും അല്ലേ? എന്താണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്? ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇല്ലാത്തതിനെ കാണുന്നതിനെയാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് അല്ലേ? അതിലും ഡിവിഷൻസ് ഉണ്ട്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഹാലൂസിനേഷൻ സ്കീസോഫ്രീനിക് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ കേസിലൊക്കെ അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ചിലർക്ക് മ്യൂട്ടീസ് ഉണ്ടായിരിക്കും, അവരൊന്നും സംസാരിക്കില്ല, പക്ഷേ നമ്മുടെ അടുത്ത് സംസാരിക്കില്ല, പക്ഷേ അവർ ഒരു ഇമാജിനറി ക്യാരക്ടറിനോട് അങ്ങനെ സംസാരിച്ച് നടക്കുന്നത് കാണാം. അവർ കളിക്കും, അവരുടെ അടുത്ത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പക്ഷെ നമുക്കതിന് കാണാൻ പറ്റുന്നുണ്ടായിരില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുക. ഡെലൂഷൻ എന്ന് പറയുമ്പോൾ ഫോൾട്ടി അൺഷേക്കബിൾ ബിലീഫ്സ് ആണ് ഡെലൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ അബ്നോർമലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ്? പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ക്ലസ്റ്റർ എ, ബി, സി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടില്ലേ? ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി. ഓക്കെ, ക്ലസ്റ്റർ എയിൽ വരുന്നതാണ് നമ്മളിതിൽ പ്രീമിയർ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയിട്ട് കാണണം. പാരനോയിഡ്, സ്കീസോ ടൈപ്പ് അല്ലേ? ഇതൊക്കെ പഠിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾ മേജറായിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ എന്താ പറയുക മേജറായിട്ടുള്ള അതിൻ്റെ ഒറ്റ സിംറ്റം പഠിച്ചു വെച്ചാൽ മതി. കാര്യം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏറ്റവും എന്താ പറയുക കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ലേ ചോദിക്കുക. ഇപ്പോൾ എന്താണ് പാരനോയിഡ് ട്രെയ്റ്റ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത് കത്തും. ഓക്കെ, അപ്പോൾ പാരനോയിഡുള്ള സിംറ്റംസ് എന്താണ്, സ്കീസോയിഡുള്ള ആൾക്ക് എങ്ങനെയായിരിക്കും, റിലേഷൻഷിപ്പിന് താല്പര്യം ഉണ്ടായിരിക്കില്ല, ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ഇത് വായിക്കുക. പിന്നെ ഹിസ്റ്റിയോണിക് ഡിസോർഡറിലുള്ള മേജറായിട്ട്, അതുപോലെ ക്ലസ്റ്റർ ബിയിലേക്ക് വരുന്ന സമയത്ത് ഹിസ്റ്റിയോണിക്, നാർസിസിസ്റ്റിക്, ആൻറ്റി സോഷ്യൽ, ബോർഡർ ലൈൻ അല്ലേ, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിനൊക്കെ താല്പര്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ, നമ്മൾ ഇതൊരു ജനറലൈസേഷനാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു ഡിസോർഡർ എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു അങ്ങനെ വരികയാണെങ്കിൽ അത് ബോർഡർ ലൈൻ ട്രെയ്റ്റ് ആവാം. പിന്നെ ആൻറ്റി സോഷ്യൽ എന്ന് പറയുമ്പോഴോ ഈ ചതി, വഞ്ചന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യാൻ സാധ്യത അല്ലേ? നമ്മൾ സൈക്കോ കില്ലേഴ്സിനെയൊക്കെ നമ്മൾ ഇപ്പോൾ ഫിലിംസിലും അതുപോലെ തന്നെ പത്രത്തിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വരാൻ സാധ്യതയുള്ള ഡിസോർഡറാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഡിസോർഡറായിട്ട് പറയപ്പെടുന്നതാണ് ആൻറ്റി സോഷ്യൽ എന്ന് പറയുന്നത്. നാർസിസിസ്റ്റിക് എന്ന് പറയുമ്പോഴോ പവർ യൂസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റിയോണിക് ആവുന്ന സമയത്ത് എന്താണ് ഹിസ്റ്റിയോണിക് എന്ന് പറയുമ്പോൾ? ഒരു അറ്റൻഷൻ സീക്കിങ് അല്ലേ? അവർക്ക് സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആയിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഹിസ്റ്റിയോണിക് എന്ന് പറയുന്നത്. പിന്നെ ക്ലസ്റ്റർ സിയിലേക്ക് വരുന്ന സമയത്ത് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, OCPD അല്ലേ? അവോയ്ഡൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ആരുമായിട്ടും കൂട്ടാവാൻ ഒരു താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും അവോയ്ഡൻറ്റ്. ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ വളരെയധികം ഡിപ്പെൻഡൻസ് കാണിക്കുന്ന, ഒറ്റയ്ക്ക് തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളതിൽ എപ്പോഴും സ്റ്റിക്ക് ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇങ്ങനെ പലതിൻ്റെയും പേരുമായിട്ട് തന്നെ കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു വയ്ക്കാൻ പറ്റും ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഡെലൂഷണൽ ഡിസോർഡേഴ്സ്, ബോഡി ഡിസ്മോർഫിക്കും. ഓക്കെ, ഡെലൂഷണൽ ഡിസോർഡറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കുറച്ച് ലോങ് ആയിട്ടുണ്ട്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്താൽ മതി കേട്ടോ. എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട് അതിൽ ക്ലാസ്സസിലൊക്കെ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് 3 ചാപ്റ്റേഴ്സാണ്. ഏതൊക്കെയാണ്? 3 അല്ല 2 എന്ന് പറയാം. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനും അബ്നോർമൽ സൈക്കോളജിയും. അപ്പോൾ ഇപ്പം തന്നെ പോയിട്ട് എല്ലാവരും ഇത് വായിക്കുക. നിങ്ങൾ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ക്ലാസ്സസും ഷോർട്സും ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെല്ലാവരും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.